ഓ അതിനി എൻ്റെ തലേ വന്ന് വീഴുന്നത് കാണാനിരിക്കുമായിരിക്കും അല്ലേ? എന്തായാലും ക്വസ്റ്റ്യൻ നോക്കും. 21 സാധനങ്ങളുടെ വാങ്ങിയ വില 18 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായ ലാഭശതമാനം എത്ര? അത് ഞാൻ ഇതിന്റെ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. വളരെ എളുപ്പമാണ് മക്കളെ. ചോദ്യത്തിൽ 2 സംഖ്യകൾ കാണും, 21ഉം 18ഉം. ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ എടുക്കുക. 21ൽ നിന്ന് 18 കുറയ്ക്കുക, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. എത്ര കിട്ടും? 3 ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ എത്ര? 18 ഇൻറ്റു 100. അപ്പോൾ ഒന്നുകൂടെ ചെറുതാക്കി നമുക്ക് 1/6 ഇൻറ്റു 100 എന്ന് എഴുതാം. അപ്പോൾ 100/6 എന്ന് കിട്ടും. 100നെ 6 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ചെറുതാക്കി 50/3. കാരണം 100നെയും 6നെയും നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 100നെ 2 കൊണ്ട് ഹരിച്ചാൽ 50, 6നെ 2 കൊണ്ട് ഹരിച്ചാൽ 3, 50നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 16.66% എന്ന് കിട്ടും. നമ്മുടെ ആൻസർ ഇതാണ്. ശരിയാണോ? യെസ്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, സാർ ഇതിൻ്റെ ലോജിക്ക് എന്താണ് ഇവിടെ സംഭവിച്ചത്? സംഭവിച്ചത് വളരെ സിമ്പിളാണ് മക്കളെ. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് 21 സാധനങ്ങളുടെ വാങ്ങിയ വില 18 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണ്. അപ്പോൾ ഞാനിവിടെ അസ്യൂം ചെയ്യുവാണ്, ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് 1 രൂപയാണെന്ന് വിചാരിക്കാം. ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് 1 രൂപയാണ്. നമുക്ക് 18 സാധനങ്ങൾ വിൽക്കണം. 18 സാധനം വിൽക്കണമെങ്കിൽ 18 സാധനം വാങ്ങിക്കണം. അപ്പോൾ 18 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്ര രൂപയായിരിക്കും? ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് 1 രൂപയാണേ. 18 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്ര ആയിരിക്കും മക്കളെ? 18 രൂപയായിരിക്കും. ഇനി അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് 18 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണ് 21 സാധനങ്ങളുടെ വാങ്ങിയ വില. 21 സാധനങ്ങളുടെ വാങ്ങിയ, അപ്പോൾ 18 സാധനം വിറ്റതെന്ന് പറയുന്നത് 21 സാധനം വാങ്ങിയ വിലയ്ക്കാം. ഒരു സാധനത്തിന്റെ വാങ്ങിയ വില 1 രൂപയല്ലേ? അതെ. അപ്പോൾ 21 സാധനങ്ങൾ വിറ്റ വില എന്ന് പറയുമ്പോൾ 21 രൂപ. അത് തന്നെ ആയിരിക്കും 18 സാധനങ്ങളുടെ വിറ്റ വില എന്ന് പറയുന്നത്. അപ്പോൾ 18 സാധനങ്ങളുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 21 രൂപയായിരിക്കും. അപ്പോൾ നോക്കിക്കേ, 18 എണ്ണം വാങ്ങാൻ 18 രൂപ, 18 എണ്ണം വിറ്റപ്പോൾ 21 രൂപ കിട്ടി. ലാഭം എത്ര? 18 രൂപ ചെലവ്, 21 രൂപ വരവ്, 3 രൂപ ലാഭം. ലാഭശതമാനം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? കിട്ടിയ ലാഭമായ 3നെ ചെലവാക്കിയ തുകയായ 18, അതായത് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് 18 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് 1/6 ഇൻറ്റു 100 എന്ന് കിട്ടും. 100നെ 6 കൊണ്ട് ഹരിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50/3 എത്ര കിട്ടും നമുക്ക്? 16.66% എന്ന് കിട്ടും. സോ 16.66%. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. പൊക്കോ, എൻ്റെ തലേ വന്ന് ബോൾ വീഴത്തില്ല, അത് നോക്കിയിരിക്കണ്ട. പൊക്കോ, തീർന്നു, ഇത്രേ ഉള്ളൂ, ഖതം. തീർന്നു, പൊക്കോളാന് കഴിഞ്ഞു.